പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കൊച്ചി നഗരസഭയിലെ തിയേറ്റർ ക്രോസ് റോഡിലെ ഇടവഴികൾ യാത്രക്കാർക്ക് ദുരിതം വിതയ്ക്കുന്നു. പരാതികൾ പലകുറി നൽകിയിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. എന്നാൽ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ സഞ്ചരിക്കുന്ന ഈ റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്നും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുമെന്നും 11ാം ഡിവിഷൻ കൗൺസിലർ ഷീബ ഡ്യൂറോ മെട്രോ 7 ന്യൂസിനോട്. കൊച്ചി നഗരസഭ 11ാം ഡിവിഷനിലെ തിയേറ്റർ ക്രോസ് റോഡിൽ നിന്നുള്ള ഇടവഴി നാളുകൾ ഏറെയായി ജനങ്ങൾക്ക് സഞ്ചരിക്കാനാവാത്ത വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. കൊച്ചി നഗരസഭാ കൗൺസിലറോടും മറ്റ് അധികാരികളോടും റോഡ് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് ജനങ്ങളുടെ ആരോപണം. പൊട്ടിപ്പൊളിഞ്ഞ കാനയും കാടുപിടിച്ച നടവഴിയും പ്രായമായവർ മുതൽ കൊച്ചുകുട്ടികൾ വരെയുള്ളവർക്ക് ദുരിതയാത്രയാണ് സമ്മാനിക്കുന്നത്. 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാരത്തിനായി വഴിയുടെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. പല പ്രായമുള്ളവർ ഇപ്പോൾ ഇവിടെ വീഴുന്നുണ്ട്. ഇതെല്ലാം അവരെ ധരിപ്പിച്ചിട്ട് യാതൊരു രക്ഷയില്ല. അവർ തിരുവനന്തപുരത്ത് ആദ്യം പറഞ്ഞതെല്ലാം ക്ലിയറായി കിടക്കുകയാണ്. ഒരു 10-20 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് എല്ലാം ശരിയാവും എന്നെല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ചോദിക്കുമ്പോൾ പറയണത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഇരിക്കുന്നത്, അവിടെ പോയിട്ട് ഇത് ശരിയാക്കണം, ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് ഒഴിവാകണത്. ഇത് കാണാത്തൊരു ചുരുക്കമാണ്. ഞങ്ങൾ എല്ലാവരും പോയി കണ്ടിട്ടുണ്ട്. MLA പോയി കണ്ട്. ഞങ്ങൾ ഈ പ്രായമുള്ളവരെല്ലാവരും കൂടിയും പോയിട്ട് MLA കണ്ട്. അപ്പോൾ അവരും പറഞ്ഞു വെച്ചത് 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ റെഡിയാക്കി തരാം. ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 1.5 വർഷമായി. കാണുമ്പോൾ പറയുന്നുണ്ട്. മിക്കപ്പോഴും ഞങ്ങൾ ഓഫീസിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. യാതൊരു രക്ഷയില്ല. MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി മറ്റു വഴികളുടെ നിർമ്മാണത്തോടൊപ്പം ടൈലുകൾ വിരിച്ച് സുന്ദരമാക്കാനുള്ള പ്രൊജക്റ്റാണ് ഈ വഴിയുടെ പുനരുദ്ധാരണത്തിന് താൻ ആവിഷ്കരിച്ചതെങ്കിലും സർക്കാരിന്റെ പുതിയ നിലപാടനുസരിച്ച് MLA ഫണ്ട് വിനിയോഗിച്ച് ഇടറോഡുകളുടെ കട്ടകൾ വിരിക്കുവാൻ അനുവാദമില്ലാത്തതിനാൽ അത് നടപ്പാക്കാൻ സാധിച്ചില്ല എന്ന് കൗൺസിലർ ഷീബ ഡ്യൂറോ പ്രതികരിച്ചു. കൊച്ചി നഗരസഭാ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഉടൻ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുമെന്നും കൗൺസിലർ മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. തോപ്പുംപടി നമ്മുടെ 11ാം ഡിവിഷനിലെ തിയേറ്റർ ക്രോസ് റോഡ് ഒരു ബൈ റോഡ് പോകുന്നുണ്ട്. അത് നമ്മുടെ പഴയ PX ജെയിംസ് ചേട്ടൻ്റെ വീട് ഉൾപ്പെടെയുള്ള വഴിയാണത്. ചെറിയൊരു വഴിയാണ്, ഇടവഴിയാണ്. അവിടെ ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണത്. അപ്പോൾ ആ ഒരു വഴിയിൽ പൈപ്പ് ഇടുന്നൊരു വർക്ക് ഉണ്ടായിരുന്നു, കുടിവെള്ള പൈപ്പ്. അതിലാണ് അത് ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിയിലേക്കായത്. അപ്പോൾ ഈ നമ്മുടെ ഡിവിഷനിൽ MLA ഫണ്ടിൽ ഈ വഴി ഉൾപ്പെടെ ഒരു 3-4 വഴികൾ അത് MLA ചെയ്യാൻ വേണ്ടി നിന്നിരുന്നതാണ്. അപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വന്നത്, ഇടവഴികൾ കട്ട വിരിക്കുന്നത് MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ലെന്ന്. അപ്പോൾ അങ്ങനെ ആ ഫണ്ട് ലാപ്സായി പോവുകയും അതിനുശേഷം അപ്പോൾ അത് നമ്മളാ ഒരു പ്രതീക്ഷയിലാണ് ഇരുന്നിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ കോർപ്പറേഷനെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് അതിൻ്റെ നടപടികൾ പൂർത്തിയായി വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അത് ടെൻഡർ ആയാൽ കരാറുകാരൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാലാണ് ഇത്ര ഒരു ഡിലേ വന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. 13 വർഷത്തെ സക്സസ്ഫുൾ ജേർണി, 250-ലേറെ ബ്രാഞ്ചുകൾ, ട്രൂലി ഇന്റർനാഷണൽ, ദ UK കോൺസെപ്റ്റ് പ്രീ സ്കൂൾ.